ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലവ് ബേർഡ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലവ് ബേർഡ്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കിളിയാണ് ലവ് ബേർഡ്സ്. മിക്ക വീടുകളിലും ലവ് ബേർഡ്സ് ഉണ്ട്. ലവ് ബേർഡ്സിൻ്റെ കരച്ചിലൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. രാവിലെ എണീക്കുമ്പോഴൊക്കെ ലവ് ബേർഡ്സിൻ്റെ കരച്ചിലും ഒക്കെയാണ് ഇതുള്ളത്. ഞാൻ നേരത്തെ ഒരു പേരിനെ വാങ്ങിച്ചായിരുന്നു. ഒരെണ്ണം പറന്നു പോയി, അതിൻ്റെ കൈ തെറ്റിപ്പോൾ പറന്നു പോയാണ്. നിങ്ങളും സൂക്ഷിച്ചാൽ കൊള്ളാം. ഞാൻ ചൈന കേജിലാണ് ഇട്ടേക്കുന്നത് ഇപ്പം. എന്താ വെച്ചാൽ പിന്നെ വാങ്ങിക്കണം. എനിക്ക് ഇതേപോലെ ഭയങ്കര കരച്ചിൽ കേട്ടോ ഉണ്ട് ഗൈസ്. ഇത് വേറെ എന്തു വെച്ചാൽ ഗൈസ്, നമ്മൾ ലവ് ബേർഡ്സിനെ വാങ്ങിക്കുമ്പം നല്ലത് നോക്കി വാങ്ങിക്കുക, പെയർ നോക്കി വാങ്ങിക്കണം, ശ്രദ്ധിക്കുക. മെയിലിൻ്റെ ഇപ്പം ഞാൻ മെയിലും ഫീമെയിലിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് വെച്ചാൽ മെയിലിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഈ പച്ചവെള്ളമൊക്കെ ഉണ്ട്. മെയിലിൻ്റെ മൂക്കിൽ പർപ്പിൾ കളറും, പിന്നെ ഫീമെയിലിൻ്റെ വെള്ള കളറിലെ കിളിയൊക്കെ ഉണ്ട്, അത് ഫീമെയിലാണ്. അതാണിത്. എൻ്റെ കരച്ചിൽ അതാണ് പറഞ്ഞത്. വരാൽ നമുക്ക് പറ്റുന്നതെല്ലാം ഫിഞ്ചസ് അതിനെയൊക്കെ വളർത്താൻ നല്ലതാണ്. പക്ഷെ അതിന് ആയുസ്സൊക്കെ കുറവാണ് ഗൈസ്. എൻ്റെ വീട്ടിലില്ല, പക്ഷെ നേരത്തെ ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ എൻ്റെ പിള്ളേർ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കാം. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ബ്രീഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 6 മുതൽ 8 മുട്ട വരെ ഇടുന്നതാണ് ലവ് ബേർഡ്സ്. പിന്നെ മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ തൊടാനോ ഒന്നും പോലെ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ലവ് ബേർഡ്സ് ഞാൻ പറഞ്ഞു 8 മുതൽ മുട്ട ഇടുന്ന. പിന്നെ നമ്മൾ ലവ് ബേർഡ്സിനെ മുട്ടയൊക്കെ പുറത്തിടാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചട്ടിയൊക്കെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ക്ലീൻ ചെയ്താൽ നമുക്ക് കൊള്ളാം. എൻ്റെ വീട്ടിൽ 2 പേരുണ്ട്. ഞാൻ ഒരു കല വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വേറൊരു കലം വാങ്ങിക്കണം. എനിക്കറിയത്തില്ലായിരുന്നു ഒരു കലം മതിയെന്ന്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേണമെന്ന്. ഞാൻ വളർത്തിയതിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ ലവ് ബേർഡ്സിനെ വളർത്തിയിട്ട് 1 മാസമായതേ ഉള്ളൂ. ഞാനിത് വാങ്ങിച്ചിട്ട് 1 മാസമായതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിന് തിന കൊടുക്കാം. തണുത്തിന സാധനം ഇത് കൊടുക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ അറിയാവുന്ന തുളസി, പനിക്കൂർക്ക, പിന്നെ ഞൗരിയില, മല്ലിയില കൊടുക്കാം. അങ്ങനത്തെയൊക്കെ കിളികൾക്ക് നല്ലതാണ്. കടയിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു സാധനമാണ് കണവനാക്ക്. ഇത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലതാണ് ഗൈസ്. നല്ല കാൽസ്യമൊക്കെ കിട്ടുന്നത് നല്ലതാണ്. മുട്ടയൊക്കെ ചൂടൊക്കെ കിട്ടാൻ വേണ്ടി കണവനാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കണവനാക്ക് എന്ന് വെച്ചാൽ നല്ല ഒരു കണവനാക്കല്ല, ചകിരിയാണ് സാധനം. ഞാൻ തിരിഞ്ഞു പോയി, സോറി. ചകിരി നമ്മൾ തൊണ്ടിലൊക്കെ കാണുന്നില്ല, അത് ചകിരി. പിന്നെ കച്ചി ആയാലും മതിയായിരിക്കും, പക്ഷെ ഈ ചകിരിയാണ് നല്ലത്. എൻ്റെ മുട്ട ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നതൊക്കെ. അപ്പം ഗൈസ്, അത്രയൊക്കെ നിങ്ങൾ ചെയ്യുക. വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കടകളിലൊക്കെ വയ്ക്കുക, നല്ലത് നോക്കി വാങ്ങിക്കുക. പഞ്ഞലോ ഒന്നും വാങ്ങിക്കുക. നമ്മൾ പറയുന്നതൊക്കെ രീതി അവർ തരുമൊക്കെ ചെയ്യും. നമുക്ക് കിട്ടും. നമുക്കും അത് പരാജയമാകും. നമുക്ക് നല്ല വരുമാനം കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു 6 മുതൽ 8 മുട്ട വരെ ഇടുമെന്ന്. പക്ഷെ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ ഇടത്തില്ല. സെക്കൻഡോ തേർഡ് ബ്രീഡിങ്ങിനെ 8 മുട്ടയൊക്കെ ഇടുന്നുള്ളൂ. പക്ഷേ ഇത് മൊത്തത്തിൽ വിരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല ഗൈസ്. അവർക്ക് പറ്റുന്ന രീതി നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മൾ ലവ് ബേർഡ്സിൻ്റെ
കേജൊക്കെ ക്ലീൻ ചെയ്യണം. പേപ്പർ ഇടുന്നത് നല്ലതാണ്. പേപ്പർ നമ്മൾ മറ്റേ സാധാ ഇതിലൊക്കെ ഇട്ടാൽ അത് ഉണങ്ങിയൊക്കെ എടുക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ പേപ്പർ ചുരുട്ടി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് എറിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതേപോലെ ചൈന കേസിന് വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാത്രം കണ്ടോ, ഈ പാത്രത്തിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ പാത്രത്തിൽ ഇട്ടാൽ ലവ് ബേർഡ്സിനെ തിന്നാനൊക്കെ പാടാണ്. ഞാൻ കാണിച്ചുള്ള തിനെയൊക്കെ വെച്ചിരിക്കുന്നത് ഈ പാത്രത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഒരു 2-3 ആൾക്കാരൊക്കെ തിന്ന് കുടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഇവിടെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു ഗൈസ്. ഇതാണിങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. അത് കയറിയൊക്കെ ഇരുന്ന് രാത്രിയിലൊക്കെ ഓരോ പോസ്റ്റുകൾ. ഞങ്ങളിത് പെരക്കകത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ സ്ഥലമൊന്നും ഇല്ല. സ്ഥലം വെച്ചാൽ പുറത്ത് സ്ഥലമുണ്ട്, പക്ഷെ കൂടൊക്കെ നല്ല രീതിയിൽ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടേ പിന്നെ അയച്ചു കിട്ടുന്നത് നല്ല രസമാണ്. കരച്ചിലൊക്കെ കേട്ട് ഇരിക്കാൻ. പിന്നെ ലവ് ബേർഡ്സിന് പനിക്കൂർക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേ നമ്മൾ പിച്ച് പറിച്ചിട്ട് കൊടുക്കല്ലേ. സാധാ രീതിയിൽ നമ്മളിങ്ങനെ തറയിലൊന്ന് വെച്ച് കൊടുക്കുക, അത് തിന്നോളൂ. അത് നല്ല സോഫ്റ്റ് അല്ലേ സാധനം. അതുകൊണ്ട് അവർക്ക് പിന്നെ പെട്ടെന്ന് തിന്നാനൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇവർക്ക് തിന്നാനൊക്കെ തുളസിയൊക്കെ ആണെങ്കിൽ ഇവർക്ക് പിച്ച് പറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഇവർക്ക് തിന്നാനും ഒക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പാടുന്നില്ല, കൊച്ചാളിയാണ്. എന്നാലും നമ്മൾ പിച്ച് പറിച്ചിട്ട് കൊടുക്കുക നല്ല 2-4 മുറിച്ചേ ഇട്ട് കൊടുക്കുക നല്ലതാണ്. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതാണ് പെണ്ണ്, മറ്റേ ആണാണ്, കുത്തുന്ന ആണാണ് ഗൈസ്. പിന്നെ എനിക്കൊരു കലോടം വാങ്ങിക്കണം ഗൈസ്. അപ്പം പിന്നെ ഇതിൻ്റെ മെയിൻറ്റെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമോ 4 മാസമൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു മുട്ട ഇടുന്നേന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ളത് 4 മാസമൊന്നുമല്ല, 2 മാസമൊക്കെ. നിങ്ങളപ്പം വിചാരിച്ച് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് മുട്ടയിട്ടായിരുന്നെങ്കിൽ. പക്ഷേ 2-3 മാസം എടുക്കുക. എന്താ വെച്ചാൽ കൂട് പരിചയവും ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കൂട് പരിചയവും അവിടെ നിന്നൊക്കെയുള്ള പരിസരവും അതൊക്കെ അവർക്ക് അനുസരിച്ച് അവർക്ക് ഇത് ചെയ്യാക്കത്തുള്ളൂ. ലവ് ബേർഡ്സിന് കൊടുക്കാവുന്നത് തിന മുളപ്പിച്ചത് കൊടുക്കാൻ നല്ലതാണ്. തിന നമ്മൾ സാധാ തക്കാളിയൊക്കെ ഇടത്തില്ല, അതേപോലെ വിത്തിട്ട് മതി. ആ തിനയുടെ സാധനം ഇല്ല, അത് ഇട്ടിട്ട് നമ്മൾ മണ്ണ് മൂടി ഇട്ടാൽ അത് ഇപ്പോൾ 2-3 മാസം ഇതാകുമ്പം അത് ചെയ്യുമ്പോൾ അത് നല്ല ഇത് വളർന്ന് നമുക്ക് ലവ് ബേർഡ്സിന് കൊടുക്കാം. പിന്നെ വേറെ എന്താ വെച്ചാൽ പിന്നെ ഗൈസ് നമ്മുടെ ലവ് ബേർഡ്സിന് നിങ്ങൾക്ക് ഫിഞ്ചസിനാണോ ലവ് ബേർഡ്സിനാണോ തിരഞ്ഞെടുക്കുന്നത്, ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യാം. എൻ്റെ വീട്ടിൽ ഫിഞ്ചസില്ല. എനിക്ക് ഫിഞ്ചസിനെ വളർത്തുന്ന പരിചയമൊക്കെ ഉണ്ട്, പരിപാലനമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ ഗൈസ്. വേറെ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ നല്ലതായിരിക്കണം. നമ്മൾ മാറ്റി എപ്പോഴും കൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് അപ്പം ഗൈസ് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. വേറെ വല്ലതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ പറയാം. ഞാൻ അതിൻ്റെ എല്ലാം ആൻസർ ഇട്ടാം. അപ്പം നിങ്ങൾ ഇറ്റ്സ് മീ ജോഹാൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനും ലൈക്ക് ചെയ്യാൻ പറയുക. അവരുടെ വീട്ടിൽ ബഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഇട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം ബൈ.